സംസ്ഥാനത്താദ്യമായി സ്കൂൾ കായിക താരങ്ങൾക്കായുള്ള ഡേ ബോർഡിംഗ് സെന്ററുകൾ ഇടുക്കിയിൽ തുടങ്ങി. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ 5 കേന്ദ്രങ്ങളിലാണ് ഡേ ബോർഡിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുക. ഇടുക്കി ജില്ലയുടെ കായിക വികസനത്തിന് കരുത്തുപകരാൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ, പെരുവന്താനം ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമി, കാൽവരി മൗണ്ട് കാൽവരി ഹൈസ്കൂൾ, SNVHSS NR സിറ്റി, മൂലമറ്റം ഗവൺമെന്റ് ഹൈസ്കൂൾ, വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹൈസ്കൂൾ എന്നീ 5 ഇടങ്ങളിലാണ് ഡേ ബോർഡിംഗ് സെന്ററുകൾ ആരംഭിച്ചിരിക്കുന്നത്. അത്ലറ്റിക്സ്, ഫുട്ബോൾ, തായ്ക്കൊണ്ട എന്നീ കായിക ഇനങ്ങളിലാണ് സെന്ററുകളിൽ പരിശീലനം നൽകുന്നത്. ഓരോ കായിക ഇനത്തിലും 25 വീതം കുട്ടികളെ തെരഞ്ഞെടുത്ത് 1 ഗ്ലാസ് പാൽ, മുട്ട, പഴം എന്നീ പ്രകാരം 40 രൂപയുടെ ലഘുഭക്ഷണം പ്രതിദിനം നൽകിക്കൊണ്ടാണ് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ സ്കൂൾ കായിക അധ്യാപകരാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. നമ്മുടെ ജില്ലയിൽ മാത്രമാണ് ഈ വർഷം പുതിയ ഡേ ബോർഡിംഗ് സെന്ററുകൾ അനുവദിച്ചതെന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട്. നമ്മുടെ ജില്ലയിലെ കായിക രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന ബൃഹത്തായ പദ്ധതികളാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ നടപ്പാക്കി വരുന്നത്. ഇതുകൂടാതെ ഗോൾ പദ്ധതിയിൽ ഇടുക്കി ജില്ലയിലെ 5 സെന്ററുകൾ കൂടി നവംബർ മാസം ആദ്യം ഫുട്ബോൾ പരിശീലനം നടത്തുകയാണ്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഡേ ബോർഡിംഗ് സെന്ററുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കായിക രംഗത്ത് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ ജില്ലയിൽ പുത്തൻ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ 2025 ജൂൺ ജൂലൈ മാസങ്ങളിൽ 5 ബോർഡിംഗ് സെന്ററുകൾക്കായി അനുവദിച്ച 3,32,000 രൂപയുടെ ചെക്ക് അതാത് സെന്ററുകൾ മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.